ഹായ് ഗൈസ്, എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. അപ്പൊ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ജിമെയിൽ തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഗൂഗിൾ എന്നൊരു ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ നിലവിലെ ജിമെയിൽ വരുന്നതാണ് സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് അതർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് അടിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ചോ അകത്തേക്ക് കയറുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ രണ്ട് ഓപ്ഷൻസ് വരുന്ന കാണാൻ സാധിക്കും. ഒന്ന് പേഴ്സണൽ യൂസ്, ഒന്ന് ബിസിനസ് യൂസ്. നിങ്ങളുടെ ഏത് യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരുന്ന കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇൻഷ്യൽ ആണെങ്കിൽ ഇൻഷ്യൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലാണെന്നുണ്ടെങ്കിൽ അതോ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മന്തും ഡേറ്റും ഇയറും ഒക്കെ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ജെൻഡറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജെൻഡർ ഏതാന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ള 2-3 ജിമെയിൽ അവിടെ വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ക്രിയേറ്റ് യുവർ ഓൺ ഇമെയിൽ അഡ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ അഡ്രസ്സും അവിടെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവര് തന്നിട്ടുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഇമെയിലിന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ലെറ്ററും നമ്പറും സിമ്പിളൊക്കെ ഉപയോഗിച്ച് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ കുറെ സംഭവങ്ങൾ വരുന്ന കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഐ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ഒരു ഇമെയിൽ അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുത്തുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.